ചന്ദ്രകാന്ത്, നോക്കൂ, 9 ദിവസത്തെ സമയമെടുത്തു വിജയ് ആ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ. പക്ഷേ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. തൊട്ടടുത്ത ദിവസം MK സ്റ്റാലിൻ അവിടെ എത്തി പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ഒരു തിരിച്ചുവരവിന്റെ സൂചനയാണോ വിജയ് നൽകുന്നത്? ഈ 9 ദിവസത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവിന്റെ സൂചനയായി ഈ കുടുംബാംഗങ്ങളുമായി വിജയ് നടത്തിയ വീഡിയോ കോളിനെ കാണണം. രേണുക, നമുക്ക് അതിനേക്കാൾ വിജയ് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് എന്താണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്നാണ് നോക്കേണ്ടത്. ഒരുപക്ഷെ മുൻപ് ജയലളിതയോ കരുണാനിധിയോ ഒക്കെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളോട് ഇത്തരത്തിലുള്ളൊരു അനുഭാവപൂർണമായൊരു നയമല്ല കൈക്കൊണ്ടിരുന്നതെന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും, അതായത് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന പല നേതാക്കളും ഈ വിജയ് നടത്തിയ സമാനമായ എന്നെ അറസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ കുട്ടികളെയല്ല എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നേതാക്കളെ തന്നെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട്, അല്ലെങ്കിൽ കരുണാനിധി തന്നെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട് ജയലളിതയുടെ കാലത്ത്. പക്ഷേ നോക്കൂ, സ്റ്റാലിൻ ഇതിനൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് കഴിഞ്ഞ 9 ദിവസമായിട്ട് മുൻനിര നേതാക്കൾ ആരും തന്നെ വിജയ്ക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള കടുത്ത ആക്രമണം ഒന്നും അഴിച്ചുവിടുന്നില്ല. താഴെത്തട്ടിലൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ വലിയ ദുരന്തം, 41 പേർ ദാരുണമായി കൊല്ലപ്പെട്ട ഈ ദുരന്തം തമിഴ്നാട്ടിലെ മുഖ്യധാരയിൽ നിന്നും താഴോട്ട് പോയിരിക്കുന്നു, ചർച്ചകളിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഇതിൻ്റെ രണ്ടാം തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ മാത്രമാണ് വരുന്നത്, അല്ലാതെ സാധാരണ ജനങ്ങൾക്കിടയിലേക്കില്ല. ഒരുപക്ഷെ നേരിട്ട് വിജയെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയ്ക്കെതിരായിട്ടൊരു നടപടി എടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നു എന്നാണ് നോക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റാലിൻ അവിടെ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മറ്റൊരു വഴിയിൽ സഖ്യകക്ഷിയായ രാഹുൽ ഗാന്ധി വിജയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. AIDMK വളരെ BJP TVKയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. BJP ആദ്യം മുതൽ തന്നെ വിജയ്ക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പോൾ അവരുടെ ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ് ഹൈക്കോടതിയിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ വിജയ്ക്ക് ഉണ്ടാകുമായിരുന്ന, ഈ ദുരന്തം കഴിഞ്ഞാൽ ഉണ്ടാകുമായിരുന്ന ഒരു അഡ്വാൻറ്റേജ് അത് താഴോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്നത് ഈ കുടുംബങ്ങളുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ട്, ആ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഡാമേജ് ഉണ്ട്, അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും വിജയ് തുടങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാവണം ഈ ഇത്രയും പേരുമായിട്ട് സംസാരിക്കുകയും അവരുടെ കുടുംബങ്ങളുമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. തീർച്ചയായും താൻ ഒപ്പമുണ്ടാകും എന്നതാണ് വിജയ് നൽകിയിട്ടുള്ള ഉറപ്പ്. മാത്രവുമല്ല, ഉടൻ കരൂരിലേക്ക് എത്തും എന്ന സൂചനകൾ കൂടി വിജയ് നൽകുന്നു.